ഇന്നലെ എനിക്കും എൻ്റെ ഫ്രണ്ട് ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു കുറച്ച് ഗ്രോസറീസ് ഒക്കെ മേടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പോവാം. അപ്പം പോകാൻ നേരത്ത് റൈറ്റിലോട്ട് പോയാൽ നമ്മുടെ ഗ്രോസറി ഷോപ്പും ലെഫ്റ്റിലോട്ട് പോയാൽ ഇവിടെ സെൻട്രൽ പോയിന്റുമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടോട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ കയറി കുറച്ച് നടന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി ഒന്നും വാങ്ങാനല്ല, ഒന്നും പ്ലാനായിട്ട് പോയതല്ല, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ പോയി നടന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് സന്തോഷിച്ച് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാം. അങ്ങനെ പോയി അവസാനം ചിക്കൻ മേടിക്കാൻ പോകാനുള്ളവർ അവസാനം ഈ കടയിൽ സെൻട്രൽ പോയിന്റിൽ പോവുകയും ചെയ്തു. അവിടെ പോയിട്ട് ഞങ്ങൾ പിന്നെ എന്നാൽ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കാം നോക്കാമെന്നൊക്കെ കരുതി ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ വാങ്ങിച്ചു ലിപ്സ്റ്റിക്ക് മേടിച്ചേ. അപ്പം ആദ്യമേ ഞങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, കാരണം ചുണ്ടിൽ ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ട് പോയി. പിന്നെ അത് വായിക്കാനും എനിക്ക് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ കയ്യിൽ വരച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ലതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചുണ്ടിലോട്ട് വന്നപ്പോഴത്തേനും നല്ല വാഷ് ഔട്ട് ആവുന്നുണ്ട്. കാണിക്കാമേ. ഇതുപോലെ ലിപ് ലൈനർ വരച്ചാൽ റെഡി ആവുമായിരിക്കും. അപ്പോൾ എൻ്റെ ചുണ്ടുകൊണ്ട് നല്ല കോമഡി ആയിട്ടില്ലേ? പേസ്റ്റ് തേച്ചാണ് ഇരിക്കുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡ് തിരക്കി പോയി ഞാൻ. ഇപ്പം എന്താ പറയുക, കിസ് പ്രൂഫ് ആണ്, അതെല്ലാം ഓക്കെ, കംഫർട്ടബിൾ കിസ് പ്രൂഫ്. ബട്ട് എന്താ കൊള്ളത്തില്ല. ഇത് പോലെ നമുക്ക് മായ്ച്ച് കഴിഞ്ഞിട്ട് ലിപ് ലൈനറൊക്കെ വരച്ചിട്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും. നമുക്കൊരു ബ്രൗൺ എടുക്കാം. എനിക്ക് മുകളിലത്തെ ചുണ്ടില്ല ഗൈസ്. എന്താ എനിക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാവർക്കും നല്ല വലിയ ചുണ്ടുണ്ട്, എനിക്ക് മുകളിൽ ചുണ്ടില്ല. ഞാൻ ചിരിക്കുമ്പോൾ ആ ചുണ്ടകത്ത് പോകും. എനിക്കൊന്നും വരയ്ക്കാനൊന്നും അറിയത്തില്ല. ഫോണിൽ നോക്കി വരയ്ക്കാൻ എനിക്കറിയത്തില്ല. അതിനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല. കാർഡിച്ചെടുത്തിട്ടില്ല ഇതുവരെ. ഇത് വാങ്ങിച്ച് ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടായ എൻ്റെ സങ്കടം. ഞാൻ എൻ്റെ ഫ്രണ്ടും കിട്ടിയിട്ട് പറഞ്ഞ് രണ്ടുപേരും റൂമിൽ പോയതാണ്. റൂമിൽ പോയിട്ട് ഞാൻ ഇതിട്ട് നോക്കി. ഇട്ടുന്നത് രാത്രി നോക്കിയപ്പോൾ ഇതെനിക്ക് അപ്പോഴും തന്നെ എനിക്ക് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയെങ്കിലും എനിക്ക് അപ്പോഴും തന്നെ അവളെ അറിയിക്കണം ഇത് ഇത്രയും ഫ്ലോപ്പായി പോയി, എനിക്കിത് കൊള്ളത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴേ അവളെ റൂമിൽ പോയി തട്ടി വിളിച്ച് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ്. എന്നാലും കൊള്ളത്തില്ല. എനിക്ക് കുറച്ച് എന്താ വിഷമം. ഒരു സംഭവം ഞങ്ങൾ രണ്ടും ഒരേ സെയിം ഷെയ്ഡ് മേടിച്ചു, അതാ കുഴപ്പമായി പോയത്. സിൽക്കി ഹേസൽനട്ട് അതാ മേടിച്ചത്. അതാണ് ഇപ്പം പ്രശ്നമായത്. ഞാൻ മാസ്ക് വെച്ചിട്ട് അതിട്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ കുറച്ചും കൂടെ എനിക്കറിയില്ല എന്തായി തീരുമോ. ആട്ടി നോക്കിയൊന്നും വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മിക്സ് ചെയ്ത് ഒരുപാട് വരും. എങ്ങും പോകാനല്ല, വെറുതെ ഇതൊക്കെ എവിടെപ്പിലും ഇരിക്കണ്ടേ. എന്താ പറയാ, വെറുതെ ഇത് കയ്യിരുന്നാൽ മതിയോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഫ് ഇട്ടും നോക്കണ്ടേ? ഇതൊക്കെ യൂസ് ചെയ്യണ്ടേ? നമുക്ക് കുറച്ച് മുഖത്തിലൊന്നും തേച്ചിട്ടില്ല. ഞാൻ വല്ല കുറച്ച് കോമ്പാക്ട് തേക്കാം. എങ്ങും പോകുന്നില്ലല്ലോ. സ്റ്റെപ്പൊന്നും എനിക്കറിയത്തില്ല. ഇതല്ല എൻ്റെ സ്റ്റെപ്പ്. ഞാൻ ആരുടെ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടില്ല. ഞാനാണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ. ഞാനാണ് സന്തോഷം. നമുക്ക് കുറച്ച് ഞാൻ എൻ്റെ ഈ ഐഷാഡോ പാലറ്റിന് വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാൻ ഏറ്റവും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ സൂപ്പർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. വില കൂടിയ ബ്രഷ്. എന്താ അത്? ഇതൊരു മീനിങ് എന്ന സാധനമുണ്ട്. ആ മീനിങ് കലക്കത്തേക്കാം. അയ്യോ, ഞാൻ ഐലൈനർ എഴുതാൻ വിട്ടുപോയി. മിനിങ്ങുന്നില്ലേ? കുറച്ചും ഇപ്പോഴത്തെ പണി മിനുക്ക പണികൾ. ത്രെഡൊന്നും ചെയ്തില്ല. പിരിവൊക്കെ വളർന്നിരിക്കുക. ഭഗീരഥം പിഴ. എവിടെയെങ്കിലുമൊക്കെ മിനുങ്ങുന്നുണ്ടോ? വേറൊരു കളറും കൂടെ മിക്സ് ചെയ്യാം. എല്ലാത്തിനും എൻ്റെ വില കൂടിയ ബ്രഷാണ്. എന്തിനാണ് നമ്മൾ വേറെ ബ്രഷൊക്കെ മേടിക്കുന്നത്? എൻ്റെ വിരലുകളാണ് എൻ്റെ ഇത് ഉപയോഗിക്കാനുള്ള ബ്രഷ്. ചുമക്കട്ടെ അങ്ങോട്ട് ചുമക്കട്ടെ. ആപ്പിൾ പോലെ ചുമക്കട്ടെ. ഇവിടെ ലഡു ഉണ്ട്. എനിക്ക് ലഡു എല്ലാം നല്ല ചുമക്കട്ടെ. ചുമക്കുന്ന കുറച്ച് മൂക്കും കൂടെ അവിടെ. ഇതൊക്കെ തേച്ച് ഒരു അട്ടിക്കാരിയുള്ള എനിക്ക് ഇതൊക്കെ എന്തായി മാറുമെന്ന് എനിക്കറിയില്ല. തട്ടിപ്പോയില്ലായിരിക്കും അല്ലേ? കൊള്ളാമോ?
കാണാമോ? ഒന്നും കാണാൻ കഴിയുന്നില്ല, അതാ സത്യം. ഇനി എന്താ നമുക്കുള്ളത്? നമുക്കിതൊക്കെ ഇച്ചിരി ഇങ്ങനാക്കാം. ത്രെഡ് ചെയ്യുന്നോ ഇല്ല, ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഐലൈനർ നമുക്കിത് കുറച്ച് മിനിക്കാം, മൊത്തത്തിൽ മിനിക്കാം. മിനിക്കത്തിൻ്റെ ഐലൈനർ വെച്ചിട്ട് എഴുതാം. മിനുക്കങ്ങളൊന്നും എനിക്കിത് തേക്കുന്ന ദിവസം എനിക്ക് തലവേദന എടുക്കും. ഈ മിനുക്കുന്നത് തേക്കുന്ന ദിവസം അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് പറയാൻ വേണ്ടിച്ച് പറയും എല്ലാ കെമിക്കലും കൂടെ വാരി തേച്ചാൽ തലവേദനിക്കും, ദൈവം ഇനി തേക്കല്ലേ എന്നൊക്കെ പറയും. എല്ലാ പാട്ട് പാടി കുളമാക്കണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ബിക്കോസ് എനിക്കൊരു പാട്ട് അറിയത്തില്ല. ഒരു പാട്ട് നേരെ ഞാൻ പാടി ചരിത്രമില്ല. ഗ്രൂപ്പ് സോങ്ങിന് പോലും സൈഡിൽ പോലും മൈക്കില്ലാത്ത അറ്റത്ത് പോലും എന്നെ നിർത്തിയ ആ ടീം തന്നെ തോറ്റുപോകും. അതാണ് എൻ്റെ കഴിവുകൾ. എന്താ കഴിവുണ്ട്? ഒരു കഴിവുമില്ല. സീരിയസ്ലി ചെറിയ ക്ലിപ്പൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ള ക്ലിപ്പ് ചെറുതൊന്നുമില്ല. ഇങ്ങനെ വലുത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ഇടാറില്ല. കൊള്ളാമോ? സുന്ദരിയല്ലേ? യെസ്, എനിക്ക് ഞാൻ സുന്ദരിയാ. നിങ്ങൾക്ക് ഞാൻ സുന്ദരി അല്ലെങ്കിലും എനിക്ക് ഞാൻ സുന്ദരിയാ. എൻ്റെ ചിക്കൻ ഞാൻ സുന്ദരിയാ. തിളങ്ങുന്നുണ്ടോ? ഫ്ലോപ്പായ ലിപ്സ്റ്റിക്.